വളരെ സങ്കടകരമായ കാര്യം. 7 കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയാണ് മറിഞ്ഞത്. ഇതൊരു പാമ്പിനെ കണ്ട് ഓട്ടോറിക്ഷ വെട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞൊരു തോട്ടിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ 6 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കരുതി ആശുപത്രിയിലേക്ക് മാറ്റുകയും അവസാനം ഒരു കുട്ടിയെ കാണാനില്ല എന്ന് വിവരം ലഭിച്ചപ്പോൾ വീണ്ടും യദു കൃഷ്ണന് വേണ്ടി അന്വേഷണം തിരയുകയും ഉണ്ടായി. ആദ്യലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി ആദ്യം തന്നെ മരിച്ചിരുന്നു. ആ കുട്ടിയുടെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. രണ്ടാമത് 4 വയസ്സുകാരൻ LKG വിദ്യാർത്ഥിയാണ്. ഈ 4 വയസ്സുകാരൻ യദു കൃഷ്ണയും പിന്നീട് അന്വേഷണത്തിലാണ് അവിടെ സംഭവ സ്ഥലത്ത് നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറച്ചേറെ സമയം ഫയർഫോഴ്സ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 കുട്ടികളുടെ മരണത്തിനാണ് ഈ അപകടം സാക്ഷ്യം വഹിച്ചത്. സങ്കടകരമായ ഒരു സാഹചര്യമാണ് കോന്നിയിലെ വനപ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും AV ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. തുമ്പാക്കുളത്ത് അത്ര കൂടുതൽ ജനവാസമില്ലാത്ത ഒരു സ്ഥലമാണത്. വനപ്രദേശത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കരിമാനത്തോട് ഈ തുമ്പാക്കുളം എന്ന് പറയുന്നത്. അവിടെയാണ് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് ഈ അപകടം ഉണ്ടായതും 2 കുട്ടികൾക്ക് ദാരുണ അന്ത്യം ഉണ്ടാവുകയും ചെയ്തു. AV ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ജയശങ്കർ. മരണപ്പെട്ട ആദിലക്ഷ്മിയുടെ മൃതദേഹം നിലവിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശത്തുള്ള പിതാവ് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ കുടുംബത്തെയൊക്കെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന വിവരമാണ്. കാരണം MLA സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരാണ് ആ പ്രദേശത്തെ ജനങ്ങളൊക്കെ തന്നെ. അന്നാന്ന് കിട്ടുന്ന ജോലി കൊണ്ട് അന്നാന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഗതാഗതത്തിന് ഓട്ടോറിക്ഷ ഉൾപ്പെടെ കുട്ടികളെ സ്കൂളിലേക്കും മറ്റും കൊണ്ടുപോകാൻ ആശ്രയിക്കുകയും ചെയ്യുന്നത്. ഇന്ന് പതിവ് ഡ്രൈവർ ആയിരുന്നില്ല, മറ്റൊരു ഡ്രൈവർ ആയിരുന്നു ഓടിച്ചത്. ഇതാണ് ഇനി അപകട കാരണമൊക്കെ ഉള്ള സംശയം വലിയ തോതിലുണ്ട്. എന്തായാലും വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ യദുവിനെ കണ്ടെത്തിയപ്പോൾ യദുവിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നൊരു വലിയ പ്രതീക്ഷ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ പ്രതീക്ഷയൊക്കെ തന്നെ അറ്റുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ മരണം നിലവിൽ എന്തായാലും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. 4 വയസ്സുകാരൻ യദുവിന്റെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഈ വീഴ്ചയിൽ ഉണ്ടായ തലക്കോ മറ്റോ ഏറ്റ ആഘാതമാണ് ഈ മരണകാരണം എന്നാണ് പ്രാഥമികം എന്തായാലും പറയുന്നത്. യദുവിന്റെ മൃതദേഹം നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഓട്ടോറിക്ഷയിൽ 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 6 കുട്ടികളും അമ്മയുമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അതിന്റെ? 7 കുട്ടികളും അമ്മയുമാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ നാട്ടുകാരോ മറ്റാളുകളും ഉണ്ടായിരുന്നില്ല. അവിടെ പിന്നീട് ആളുകളെ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് അവിടെ എല്ലാവരും ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ യദുവിനെ കുറിച്ച് ആളുകൾ ആലോചിച്ചതുമില്ല. അതാണ് പിന്നീടാണ് യദുവിനെ കുറിച്ച് അധ്യാപികയാണ് ഇങ്ങനെ യദു എന്ന് പറയുന്ന 4 വയസ്സുകാരന്റെ കാര്യം ഓർത്തെടുത്ത് പറയുന്നത്. പിന്നീടാണ് യദുവിന് വേണ്ടി പരിശോധന ആരംഭിക്കാനായത്. ആ പരിശോധന അല്പം വൈകിയത് ഒരുപക്ഷെ ജീവൻ നഷ്ടമാകാൻ കാരണമായോ എന്നൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ അപകടത്തിൽ മറ്റു കുട്ടികളുടെ നിലവിൽ ഗുരുതരമല്ല. നട്ടലിനുൾപ്പെടെ പരിക്കേറ്റ് മറ്റു കുട്ടികൾ പത്തനംതിട്ടയിലെ തന്നെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഡ്രൈവറുടെ പരിക്കും അത്ര ഗുരുതരമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനും നിലവിൽ പരിക്കുണ്ട്. എന്തായാലും പോലീസ് മറ്റ് അസ്വാഭാവികതകൾ ഈ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോന്നിയിലെ കരിമാനത്തോട് തുമ്പാക്കുളത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് 3ാം ക്ലാസ്സുകാരിയും അതുപോലെ തന്നെ LKG വിദ്യാർത്ഥിയും മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 2 കുട്ടികൾക്കാണ് ദാരുണമായ അന്ത്യം ഉണ്ടായത്. പത്തനംതിട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആദിലക്ഷ്മി എന്ന കുട്ടിയെ എത്തിച്ചിരുന്നു. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചു. എന്നാൽ ഈ മറ്റൊരു കുട്ടി കൂടി ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നു എന്ന്, യാത്ര ചെയ്തിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അവസാനം ആ കുട്ടിക്ക് വേണ്ടി വളരെ തെരച്ചിൽ നടത്തി. അവസാനം ഈ LKG വിദ്യാർത്ഥി 4 വയസ്സുള്ള വിദ്യാർത്ഥി യദു കൃഷ്ണയെ കണ്ടെത്തുകയായിരുന്നു. തൈപ്പറമ്പിൽ മന്മഥൻ്റെ മകനാണ് യദു കൃഷ്ണ. സംഭവ സ്ഥലത്ത് കാണാനില്ലാത്തതുകൊണ്ട് ഫയർഫോഴ്സ് തെരച്ചിൽ ആരംഭിച്ചു. അവസാനം മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ഒരു പാമ്പിനെ കണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ചു. ആ ഓട്ടോറിക്ഷ 50 അടിയോളം താഴ്ചയുള്ള ഒരു തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് അറിയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.